ഓം അഗ്രേ കൃത്വാ കമപി ചരണം ജാനുനൈകേന തിഷ്ഠൻ പശ്ചാത് പാർത്ഥം പ്രണയവിവശേ നാലമഷ്ണേക്ഷമാണേ സർവേസ്തോത്രം കരസരസിജേ ദക്ഷിണേ ജ്ഞാനമുദ്രേ മാബിബാണോ രഥമധിവസൻ പാതുനസുതവേഷ. സ്വാമീ ശരണമയ്യപ്പ. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുരുവായൂർ ഏകാദശി ശ്രീമദ് ഭഗവത്ഗീത ജയന്തി കോടിക്കോടി ആശംസകൾ. യഥാ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ഭ്രൂയാത്. എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ശ്രീമദ് ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛനും അതുപോലെ തന്നെ എൻ്റെ സദ്ഗുരുദേവനും നൂറായിരം പ്രണാമം. എൻ്റെ സദ്ഗുരുദേവ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളാണ്. ഭഗവത്ഗീത എന്ന നാമധേയത്തിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള പദമാണ് സ്വാമി ചിന്മയാനന്ദ് മഹാരാജ്. ഭഗവത്ഗീത ആചാര്യനായ സ്വാമി ചിന്മയാനന്ദ് മഹാരാജിൻ്റെ ശിഷ്യനാണ് എൻ്റെ ഗുരുനാഥൻ. ഈ ഭഗവത്ഗീത ജയന്തി നാളിൽ ആ സംപൂജ്യ ഗുരുവരയ്ക്ക് മുന്നിൽ നൂറായിരം സാഷ്ടാംഗദണ്ഡ നമസ്കാരം. ലോകത്തിൽ പല ജയന്തികളും ഉണ്ട്. പക്ഷേ ഒരൊറ്റ ഗ്രന്ഥത്തിന് മാത്രമേ ജയന്തി ആഘോഷങ്ങൾ ഉള്ളൂ. 5152 ശ്രീമദ് ഭഗവത്ഗീത ജയന്തിയാണ് ആഘോഷിക്കുന്നത്. ഒപ്പം നാം ഭഗവത്ഗീത പഠിക്കുന്നത് ശ്രീശങ്കര ഭാഷ്യമാണ്. ശ്രീശങ്കര ഭഗവത്പാദരുടെ അനുഗ്രഹം കൊണ്ട് ധന്യമായ ഗുരുവായൂർ ക്ഷേത്രം. ആ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാവിധികൾ കൽപ്പിച്ചിരിക്കുന്നത് ശങ്കരാചാര്യരാണ്. ആ ഗുരുവായൂർ ഏകാദശി നാള് എനിക്ക് വളരെ കുട്ടിക്കാലമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഞാനും എൻ്റെ അച്ഛനും കൂടി വളരെ ചെറുപ്പത്തിൽ ഒന്ന് ഗുരുവായൂർ ഏകാദശിക്ക് തൊഴാൻ വേണ്ടി പോയി. അതിന് ശേഷം തന്ത്രി അദ്ദേഹത്തോട് പല കാര്യങ്ങൾ ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ അച്ഛനും അദ്ദേഹം സംസാരിക്കുന്ന കേട്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഭാഗി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് ഭഗവത്ഗീതയാണെന്ന്. ഗുരുവായൂരപ്പൻ പറയുന്നു പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നു കേട്ടു. അപ്പോൾ ഗുരുവായൂരപ്പൻ ഇങ്ങനെ പറയുമോ? ഇതാണ് എൻ്റെ കുട്ടിക്കാലത്തെ ചിന്തകൾ. ആ ചിന്തകൾ വ്യർത്ഥമായില്ല. കാരണം എന്നെ ആ അന്വേഷണം എത്തിച്ചത് എന്നിലേക്ക് തന്നെയാണ്. ഇപ്പോൾ ഗുരുവായൂർ ഏകാദശി നോയമ്പെടുക്കുന്നവർ വളരെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, 3 ദിവസം മുന്നിലെങ്കിലും മദ്യവും മയക്കുമരുന്നും
നോൺ വെജൊക്കെ ഉപേക്ഷിച്ച് ഈ ഏകാദശി നാൾ അരിഭക്ഷണം ഒഴിവാക്കി വളരെ ലളിതമായ എന്തെങ്കിലും പഴങ്ങളോ വല്ല വെള്ളമോ ജലപാനോ ഒക്കെ കുടിച്ച് ആ നാരായണ ജപ ലയ ലഹരിയിൽ മുങ്ങി കുളിക്കേണ്ടതാണ്. അപ്പോൾ ആണ് നമ്മുടെ ആ ജപത്തിൻ്റെ ജപശക്തി കൊണ്ടാണ് നമ്മുടെ ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുക. എന്താണ് ഭഗവാനോടുള്ള പ്രാർത്ഥന? മറ്റൊന്നുമല്ല, ജീവിതം അനർത്ഥമാകാതിരിക്കാൻ, ജീവിതം അനർത്ഥമാകാതിരിക്കാൻ, ജീവിതം വ്യർത്ഥമാകാതിരിക്കാൻ, ജീവിതം അർത്ഥപൂരിതമാകാൻ. അല്ലയോ ഗുരുവായൂരപ്പ, ജീവിത ലക്ഷ്യം സാർത്ഥകമാകാൻ പ്രഹർഷേണയുള്ള പുരുഷാർത്ഥങ്ങളെല്ലാം എന്നിൽ അനുഗ്രഹിക്കൂ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന ആ നൊന്ത് വിളിച്ചുകൊണ്ട് ക്യൂലങ്ങനെ നിന്ന് അപ്പോഴേക്കും ഗുരുവായൂരപ്പൻ സർവാഭരണ വിഭൂഷിതനായി ഒരു എല്ലാവരും വരൂ, എന്തൊക്കെയാണ് വേണ്ടത് ചോദിച്ചോളൂ എന്നും ചോദിച്ചുകൊണ്ട് അനുഗ്രഹവർഷം ചൊരിയാനായിക്കൊണ്ട് കാത്തിരിക്കുന്നുണ്ടാവും. പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്ന ആ കൃഷ്ണനെ നോക്കി നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളോ വിഷമങ്ങളോ എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ ആ തൃപ്പാദത്തിൽ ശ്രദ്ധിക്കണം, സർവം സമർപ്പിക്കണം. അത് കഴിഞ്ഞാൽ നേരെ മുന്നോട്ട് പോയി ബുക്ക് സ്റ്റാളിൽ പോയി ഒരു ഭഗവത്ഗീതയും വാങ്ങിച്ച് ആ ഭഗവത്ഗീതയിൽ പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണൻ പറഞ്ഞതെന്താണ് അത് നാം ജീവിതത്തിൽ പഠിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ആദ്യം കേട്ട ആ മന്ത്രമുണ്ട്, അഗ്രേ കൃത്വ കമപി ചരണം ജാനുനൈകേന നിഷ്ഠൻ പശ്ചാത് പാർത്ഥം പ്രണയവിവശേ എന്നുള്ള പ്രേമകാവ്യമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഇവിടെ ജാനുനൈകേന നിഷ്ഠൻ പശ്ചാത് പാർത്ഥം പ്രണയവിവശേ, പരമപ്രേമസ്വരൂപമായ കൃഷ്ണൻ്റെ, അതായത് പാർത്ഥസാരഥിയുടെ, ഗുരുവായൂരപ്പൻ പാർത്ഥസാരഥിയായാൽ എങ്ങനെയാണ് പ്രതിഷ്ഠിക്കേണ്ടത്, എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത്, ആ പൂജാമന്ത്രം തന്ത്രസമുച്ചയത്തിൽ ഉള്ളതാണ്. അതായത് ഒരു പാദം മുമ്പിലേക്ക് വച്ച് മറ്റേ കാലിൽ മുട്ടുകുത്തി നിൽക്കുന്ന, പിന്നിൽ നിൽക്കുന്ന അർജുനനെ പ്രണയാർത്ഥമായി നോക്കിക്കൊണ്ടിരിക്കുന്ന, കാരുണ്യ നേത്രം കൊണ്ട് ഇടത്തെ കയ്യിൽ കടിഞ്ഞാണും ചമ്മട്ടിക്കോലും പിടിച്ചുകൊണ്ട് വലത് കയ്യിൽ ജ്ഞാനചിന്മുദ്ര കാണിച്ചുകൊണ്ട് ദക്ഷിണേ ജ്ഞാനമുദ്ര മാഭിബാണോ രഥമധിവസൻ പാതുന സൂതവേഷ. അങ്ങനെ ആ തേരാളിയുടെ വേഷമണിഞ്ഞ ആ കൃഷ്ണനെ, ആ പൊന്നു ഗുരുവായൂരപ്പനെ നാം നെഞ്ചോട് ചേർത്ത് കൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീത വാങ്ങിച്ച് അതിലുള്ള 18 അധ്യായങ്ങളിലുള്ള ഓരോ മുത്തുകളും പവിഴങ്ങളും പെറുക്കിയെടുത്ത് അത് കോർത്ത മാല ധരിച്ച് ജീവിതം ധന്യമാക്കണം. നമുക്കറിയാം, ശ്രീമദ് ഭഗവത്ഗീത ജയന്തി, ഭഗവത്ഗീത ജനിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ്. കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ആ യുദ്ധഭൂമി കുരുക്ഷേത്രം, അത് മറ്റൊന്നുമല്ല, ഭഗവാൻ തന്നെ പറയുന്നു, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം. അപ്പോൾ ഈ ശരീരത്തിൽ ഉള്ള കൗരവരും ഈ ശരീരത്തിലുള്ള പാണ്ഡവരും തന്നെയാണ്. അപ്പോൾ ഈ 101 പാണ്ഡവർ, 11 അക്ഷോഹിണി പടയുള്ള പാണ്ഡവർ നമ്മുടെ ചിത്തമാണ്, നമ്മുടെ ബുദ്ധിയാണ്. 7 അക്ഷോഹിണി പടയുള്ള പാണ്ഡവ സൈന്യം മറ്റൊന്നുമല്ല, നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ ബോധമാണ്. ഇതിനെ നയിക്കുന്നതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് പാർത്ഥ സാരഥി, പരമാർത്ഥ ജ്ഞാനം നിറഞ്ഞ് കവിയുന്ന ആ ഭഗവാനാണ്
ഈ ഈ ഈ ശരീരത്തെ മുന്നോട്ട് നയിക്കുന്നത്. കഠോപനിഷത്ത് പറയുന്നു, ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവത. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവച ബുദ്ധിം തു സാരഥിം വിദ്ധിം മനഃപ്രഗ്രഹമേവച. കൃത്യമായിട്ട് പറഞ്ഞു. ബുദ്ധിന്തു സാരഥിം വിദ്ധി. ഇതറിഞ്ഞാലും ഏത് ആത്മാനം, ഈ ആത്മാവാണ് ഈ രഥത്തിൻ്റെ ഓണർ. ആത്മാനം രഥിനം വിദ്ധിയും ശരീരം രഥമേവത. ഈ ശരീരം തന്നെ ബുദ്ധിന്തു പോകാനുള്ള പഞ്ചേന്ദ്രിയങ്ങളാണ് ഹയഗ്രി, കുതിരകൾ. ഇന്ദ്രിയങ്ങളാണ്, പഞ്ചേന്ദ്രിയങ്ങളാണ് കുതിരകൾ. പഞ്ചേന്ദ്രിയ വിഷയങ്ങളാണ് വഴികൾ. ബുദ്ധിയാണ്, ബോധമാണ്, ബോധസ്വരൂപമാണ് കൃഷ്ണൻ. ആ കൃഷ്ണനാണ് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ മനസ്സിനെയും നയിക്കേണ്ടത്. എന്തിനാണ്? സന്തോഷ, സംതൃപ്ത, അടി പൊളി ജീവിതം. ജീവിതത്തിന് അടിമുട്ടി ഒരു പരിവർത്തനം. ആ പരിവർത്തനത്തിലൂടെ ഏറ്റവും നല്ലൊരു ജീവിതം. ആ ജീവിതത്തിനാണ് ഭഗവാൻ പൂർണ്ണാവതാരമെടുത്ത് 700 ശ്ലോകങ്ങളിലൂടെ 18 അധ്യായങ്ങളിലൂടെ ഈ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം നമുക്ക് നൽകിയത്. അത് നമുക്കറിയാം, ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ ഉള്ളതുപോലെ മുസ്ലിങ്ങൾക്ക് ഖുറാനുള്ളതുപോലെ ഹിന്ദുക്കൾക്ക് ഭഗവത്ഗീത എന്ന് മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാദ്ധ്യാരുടെ മകൻ പറയത്തില്ല. കാരണം ഈ ഭഗവത്ഗീത എന്ന ഈ ചെറുഗ്രന്ഥം ഏത് മുസൽമാനും ഏത് ക്രിസ്ത്യാനിക്കും ഏത് സിഖുകാരനും ഏത് പാഴ്സിക്കും ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ഏത് ലീഗുകാരനും ഏത് കോൺഗ്രസ്സുകാരനും ഏത് BJP-കാരനും ഏത് RSSകാരനും ഏത് നാസ്തികനും പഠിക്കാം, ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. എന്താണ് കാരണം? ഭഗവാൻ തന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, സ്വകർമ്മണ തമഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. ഇവിടെ ഹിന്ദുക്കളോടല്ല പറയുന്നത്, കൃഷ്ണൻ്റെ ഭക്തരോടല്ല ഭഗവാൻ പറയുന്നത്, മറിച്ച് മാനവരാശിയോടെ മുഖത്ത് നോക്കിയിട്ട് ഭഗവാൻ പറയുകയാണ്, സ്വകർമ്മണ തമഭ്യർച്യ. സ്വകർമ്മണ തമഭ്യർച്യ. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ കർമ്മങ്ങൾ എന്താണോ അത് എനിക്കുള്ള അർച്ചനയായി ജീവിതത്തിൻ്റെ മൊത്തം പവിഴങ്ങളും സിദ്ധിം വിന്ദതി മാനവ. എന്താണോ യത് കരോഷി യദശ്നാസി യത് ജുഹോഷി യദാസി യത് തപസ്യസി കൗന്ദേയ മത്കുരുഷ്വമതർപ്പണം തത്കുരുഷ്വമതർപ്പണം. അത് നീ എനിക്ക് അർപ്പിക്കൂ. നീ എന്താണ് കഴിക്കുന്നു അതെനിക്ക് അർപ്പിക്കൂ. നീ എന്താണ് ചിന്തിക്കുന്നത് അതെനിക്ക് അർപ്പിക്കൂ. നീ എന്താണ് പ്രവർത്തിക്കുന്നത് അതെനിക്ക് അർപ്പിക്കൂ. എല്ലാം 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 ഭഗവാന്റെ അർച്ചനകളായി സ്വകർമ്മണ തമഭ്യർച്ചിച്ച അവനവൻ്റെ കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ എന്തായാലും അത് എനിക്കുള്ള അർച്ചനയാക്കി മാറ്റൂ. അപ്പോൾ ഈ 700 മാർഗങ്ങൾ എന്താണ്? എങ്ങനെ അവനവൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കണം, എങ്ങനെ ജീവിതം കൊണ്ടു നടക്കണം, എങ്ങനെ ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കണം. ഇതാണ് ഭഗവത്ഗീത പഠിച്ചാലുള്ള മെച്ചം. മറ്റൊന്നുമല്ല, മനോരോഗികളാകാതിരിക്കാൻ. ഇപ്പോൾ ഗൂഗിളിൽ കഴിഞ്ഞ ആഴ്ച ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൈക്കാട്രിസ്റ്റുമാരെ മനോരോഗത്തെക്കുറിച്ചും ഗൂഗിളിൽ സെർച്ച് നടത്തുന്നത് കോഴിക്കോടുകാരാണ്.
ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൈക്കാട്രിസ്റ്റ് ഉള്ളത് തൃശ്ശൂരാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രസക്തി മനസ്സിലാക്കണം. 2030 WHO പറയുന്നു ലോകത്തുള്ള കുട്ടികളിൽ 80% കുട്ടികളും ഡിപ്രഷനിൽ മുങ്ങിക്കുളിക്കും. അപ്പോൾ ഡിപ്രഷൻ ഇല്ലാത്ത ഒരു ജീവിതത്തിന്, മനോരോഗം ഇല്ലാത്ത ഒരു വ്യക്തിത്വത്തിന്, മനഃശക്തിക്കും മനക്കരുത്തിനും മനോബലത്തിനും മനസ്ഥിരതയ്ക്കും മനസ്സിൻ്റെ ആരോഗ്യത്തിനും ബുദ്ധിശക്തിക്കും ബുദ്ധിയുടെ ആരോഗ്യത്തിനും സ്ഥിരബുദ്ധിക്കും ഈ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം പഠനത്തിലൂടെ നമുക്ക് പൂർണ്ണ ആരോഗ്യപ്രദമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ആർക്കും തന്നെ പറ്റില്ല. രോഗമില്ലാത്ത മനുഷ്യനും ഉണ്ടാകില്ല. അപ്പോൾ രോഗത്തിൻ്റെ കാഠിന്യത കുറയ്ക്കുക, കാരണം ഈ രോഗം മനസ്സിനെ ബാധിക്കാതിരിക്കുക. ഒപ്പം ആരോഗ്യമുള്ള രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മനക്കരുത്ത് വർദ്ധിപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മളിപ്പോഴുള്ള ജീവിതചര്യകളിൽ അടിമുടിയൊരു മാറ്റം, നമ്മുടെ ശീലങ്ങൾക്ക് അടിമുടിയൊരു മാറ്റം. ഇപ്പോഴുള്ള വൃത്തികെട്ട ശീലങ്ങൾ എല്ലാം തന്നെ മാറ്റി പുതിയ ഒരു കാൽവെപ്പ് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസായ ഈ ധർമ്മശാസ്ത്ര പഠനത്തിലൂടെ ഇത് ഈ ശ്രീമദ് ഭഗവത്ഗീതാസ്തു ഉപനിഷസ്തു ബ്രഹ്മവിദ്യയാം യോഗശാസ്ത്രേ. അപ്പോൾ ശാസനാത്രായതേ ഇതി ശാസ്ത്രം ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യുന്നതാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നതാണ്. എന്താണ് തെളിയിക്കുന്നത്? ഒരു തരി പോലും ദുഃഖമില്ലാത്ത ജീവിതമാണ് സ്പിരിച്വൽ സയൻറ്റിസ്റ്റായ കൃഷ്ണൻ പ്രൂവ് ചെയ്യുന്നത്. എന്താണ്? 700 ജീവിത മൂലമന്ത്രങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതെന്താണ്? ഞാൻ ഒരിക്കലും തളരില്ല, ഞാൻ ഒരിക്കലും തകരില്ല. എന്നെ പ്രകോപിപ്പിക്കാൻ എൻ്റെ ഭാര്യയല്ല, എൻ്റെ ശത്രുക്കളല്ല, ഈ പ്രപഞ്ചത്തിൽ ആര് വിചാരിച്ചാലും എന്നെ തകർക്കാനോ തളർത്താനോ പ്രകോപിപ്പിക്കാനോ സാധ്യമല്ല. ഞാൻ ഉയരും, ഞാൻ വളരും, ഒപ്പം മറ്റുള്ളവരുടെ കൈ പിടിച്ചുയർത്തും വളർത്തും. അപ്പോൾ പൂർണ്ണ വ്യക്തിത്വ വികാസമാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസിൽ വ്യാസഭഗവത്പാദ വിരചിതം. വ്യാസൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ വ്യാസം വികസിപ്പിക്കുന്നവൻ. അപ്പോഴോ നമ്മുടെ വ്യക്തിത്വം ഓം പൂർണ്ണമദ പൂർണ്ണമിദ പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. അപ്പോൾ പൂർണ്ണാവതാരം എടുത്തിട്ടുള്ള കൃഷ്ണൻ നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കാനാണ് ഈ ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളിലൂടെ നമ്മോട് കൃഷ്ണൻ പറയുന്നത്. നമുക്കറിയാം, ആധുനിക വ്യക്തിത്വം, ആധുനിക ജീവിതം എന്താണ്? ദുഃഖത്തിൻ്റെ ബോംബിട്ട് വർഷിച്ചതുപോലെയാണ്. ശരണമയ്യപ്പ. കൃഷ്ണൻ തന്നെ പറയുന്നു, വിഗതജ്വര, പൊട്ടിയൊഴുകുന്ന വ്രണം പോലെ, അഗ്നിപർവ്വതം പൊട്ടിയൊഴുകുന്ന ലാവാപ്രവാഹം പോലെ, കടലിൽ തിരമാലയടിക്കുന്നത് പോലെ, അടുക്കളയിൽ സാമ്പാറിൻ്റെ കഷ്ണം തളച്ച് പൊങ്ങുന്നത് പോലെ ആധുനിക മനുഷ്യൻ ദുഃഖദുരിതപൂരിതമാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം, ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും അതീതമായ സുഖാന്തരോ രാമ അന്തർജ്യോതിരേവച, അകത്തുള്ള സുഖം, അകത്തുള്ള സന്തോഷം, അകത്തുള്ള സംതൃപ്തി, അകത്തുള്ള ആനന്ദം, ഇത് വികസിപ്പിക്കുന്നു. അങ്ങനെ സന്തോഷം കൊണ്ടും സംതൃപ്തി കൊണ്ടും ആനന്ദം കൊണ്ടുമുള്ള ഒരു ബുള്ളറ്റ് പ്രൂഫിൽ നാം ജീവിക്കുന്നു. അപ്പോഴോ ചിരിച്ചുകൊണ്ട്,
മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു അത്യാനന്ദകരമായ ജീവിതം. ഇതാണ് ഭഗവത്ഗീതയിലൂടെ കൃഷ്ണന് നമ്മോട് പറയാനുള്ളത്. അപ്പോഴോ പ്രഹസന്നിവ ഭാരത, കൃഷ്ണൻ പറയുന്നു പ്രഹസന്നിവ ഭാരത. കുരുക്ഷേത്ര യുദ്ധ മധ്യത്തിങ്കൽ പോലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃഷ്ണനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ ഉത്തരവാദിത്വം എന്താണ്? അവനവനിലെ കഴിവുകൾ അത് വികസിപ്പിച്ചെടുക്കുക. അപ്പോഴോ സ്വധർമ്മം അഭിചാപേക്ഷ ന വികമ്പിതുമർഹസി. ഓരോ വ്യക്തിയും അവനവന് നിക്ഷിപ്തമായ കർമ്മങ്ങൾ ചെയ്യാൻ യോഗ കർമ്മസു കൗശലം, കർമ്മത്തിലുള്ള കുശലത, അവനവൻ്റെ കർമ്മങ്ങൾ. അപ്പോഴോ ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്, ഫുൾ A+ കിട്ടണം. കർഷകനാണെച്ച കൃഷിയിൽ 100 മേനി കൃഷി നേടണം. പൂജാരിയാണെങ്കിൽ അതിഗംഭീരമായ പൂജ ചെയ്യണം. ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടറെ കാണുമ്പോൾ തന്നെ രോഗിക്ക് രോഗം മാറണം. ആ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെട്രോമാനെ പോലെ അതിഗംഭീരമായ എഞ്ചിനീയർ ആവണം. അപ്പോൾ അവനവനിലെ കർമ്മത്തിൻ്റെ കർമ്മ നിപുണത കണ്ട് എന്ത് വേണം? പൂർണ്ണമായും ആ പുത്രധർമ്മം അനുഷ്ഠിക്കണം. ഓരോ വ്യക്തിയും പുത്രധർമ്മം, അതുപോലെ തന്നെ പുത്രിയാണെങ്കിൽ പുത്രിധർമ്മം, മാതൃധർമ്മം, പിതൃധർമ്മം. പിന്നെ ഓരോ വ്യക്തിയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുകൾ ചെയ്യുന്ന പൗരധർമ്മം, രാഷ്ട്രം ധാരയിതേ ധ്രുവം, രാഷ്ട്രധർമ്മം. അങ്ങനെ വ്യക്തികളുടെ വികാസം, കുടുംബത്തിൻ്റെ വികാസം, അവനവൻ്റെ വികാസം, അവനവൻ്റെ കുടുംബത്തിൻ്റെ വികാസം, അവനവൻ്റെ സമാജത്തിൻ്റെ വികാസം, അവനവൻ്റെ സമൂഹത്തിൻ്റെ വികാസം, അവനവൻ്റെ ദേശത്തിൻ്റെ വികാസം, അവനവൻ്റെ രാഷ്ട്രത്തിൻ്റെ വികാസം. അങ്ങനെ മാനവരാശിയുടെ വികാസ തത്വസംഹിതകളാണ് 18 അധ്യായങ്ങളിലൂടെ 700 ശ്ലോകങ്ങളിലൂടെ ഇതിൽ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് പഠിച്ചതുകൊണ്ട്, എൻ്റെ അച്ഛനിതെന്നെ പഠിപ്പിച്ചതുകൊണ്ട്, എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ പരമാനന്ദ സംതൃപ്ത സന്തോഷ ജീവിതം നയിക്കുന്നു. അതുകൊണ്ട് ഞാനിത് നിങ്ങളോട് പറയുന്നു. ഈ ഭഗവത്ഗീത എന്ന ശാസ്ത്രം പഠിക്കണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. എന്തിന്? ഈ ഗീതാമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അന്ധവിശ്വാസവും അനാചാരങ്ങളുമില്ലാത്ത ഒരു ജീവിതം, പൂർണ്ണ സംതൃപ്തമായ ഒരു ജീവിതം ആരാണ് ആഗ്രഹിക്കാതിരിക്കുക? സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേച്ചുത എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് തുള്ളി കളിച്ചു പോയ അർജുനന്റെ അവസ്ഥ എന്താണ്? വേപതുശ്ച ശരീരമേ രോഹമഹശ്ച ജായതേ ഗാണ്ഡീവം സംസൃതേഹസ്താത് ത്വക്ചൈവ പരിശുഷ്യതേ. ഗാണ്ഡീവം സംസൃതേഹസ്ത, ഗാണ്ഡീവം എന്ന തൻ്റെ കയ്യിലുള്ള ആയുധം വില്ലുപോലും താഴത്തു വന്ന് ശോകസംവിദ്ധമാനസ, ദുഃഖത്തിൽ തളം കെട്ടി നിൽക്കുന്ന അർജുനനെയാണ്. ദുഃഖത്തിൽ തളം കെട്ടി നിൽക്കുന്ന അർജുനനെയാണ്. ഈ അർജുനനോടാണ് ഭഗവാൻ പറയുന്നത്, തളരരുത്, ആരും തളരരുത്, ദുഃഖിക്കരുത്. മാ വിദ്വിഷാവഹേ, ആരും വിഷമിക്കരുത്, ആരും ദുഃഖിക്കരുത്. ഉയരണം, വളരണം, ആകാശത്തോളം ഉയരണം. APJ അബ്ദുൽ കലാം പറഞ്ഞത് അഗ്നിച്ചിറകുകളോടെ പറക്കണം. അതിന് നമ്മളെ ബന്ധുക്കളോ ആരും മരിച്ചാൽ പോലും ദുഃഖിക്കരുത്. യാദസ്യ വിധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാ തതത പരിഹാരാർത്ഥം നത്വം ശോചിതുമർഹസി. ഭഗവാൻ പൂർണ്ണാവതാരം എടുത്തിട്ട് കൃഷ്ണൻ ഈ ഭഗവത്ഗീതയിലൂടെ പറയുകയാണ്, നത്വം ശോചിതുമർഹസി, നിനക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആവാം, അതിനുള്ള അർഹതയുണ്ട്, പക്ഷേ ദുഃഖിക്കാനുള്ള അർഹത നിനക്കില്ല. അതിന് നീ എന്തു ചെയ്യണം?
അവനവൻ്റെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തണം. അവനവൻ്റെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തണം. ഈ നിമിഷവും കടന്നു പോകും. അത് സന്തോഷമായാലും അത് ദുഃഖമായാലും ഈ നിമിഷവും കടന്നു പോവും. ആ ഓരോ നിമിഷവും അവനവനും അവനവൻ്റെ കുടുംബത്തിനും അവനവൻ്റെ രാഷ്ട്രത്തിനും അവനവൻ്റെ സമൂഹത്തിനും അവനവൻ്റെ മാനവരാശിക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ക്രിയേറ്റീവായിക്കൊണ്ട് ഒരു വികസന തത്വസംഹിത അതിലധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ കൃഷ്ണൻ പറയുന്നു. ശ്രീ ഭഗവാനുവാച, പൂർണ്ണാവതാരമെടുത്തിട്ട് കൃഷ്ണൻ പറയുന്നു, നഹി കശ്ചിക്ഷണമപി യാതുനിഷ്ഠം സ്വകർമ്മകൃത് കാര്യഹ്യവശ കർമ്മ സർവം പ്രകൃതി അർജുന. ഈ പ്രകൃതി നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും. ഓരോ കർമ്മവും നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഓരോ നിമിഷവും നഹി കശ്ചിത് ക്ഷണമപി, ഒരു നിമിഷം പോലും പ്രയോജനപ്പെടുത്താതിരിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ ഇത് പഠിപ്പിക്കണം എന്ന് പറയുന്നത്. കുട്ടികൾ പഠിക്കണം, കളിക്കണം, താലോലിക്കണം, ഓടിച്ചാടി കളിക്കണം, എല്ലാ ആക്ടിവിറ്റീസുകളിലും പങ്കെടുക്കണം. ഭഗവത്ഗീതയും പഠിക്കണം, പ്രൊഫഷണലുകളാവണം, അൾട്രാ മോഡേൺ സയൻസ് പഠിക്കണം, എല്ലാ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും പ്രൊഫഷണലുകളാവണം. പക്ഷേ അവൻ്റെ കരുത്തുറ്റ ഒരു വ്യക്തിത്വത്തിന് ഉടമയാകാൻ ഈ ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസ് പഠിക്കണം. ഇതെന്താണ്? സർവവേദസാര സംഗ്രഹ സംഭൂതമാണിത്. ശ്രീമദ് ഭഗവത്ഗീതാസ്തു ഉപനിഷസ്തു 1180 ഉപനിഷത്തുക്കളും എങ്ങനെ പ്രാക്ടിക്കലായി നിത്യജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഭഗവത്ഗീത പറയുന്നത്. ഇതൊരു പാരസെറ്റമോൾ അല്ല. ഇത് ഒരു യേശുക്രിസ്തു പറഞ്ഞ ബൈബിളല്ല. ഇതൊരു മുഹമ്മദ് നബി പറഞ്ഞ ഖുറാനല്ല. മറിച്ച് വന്ദേ ഗുരുപരമ്പരയിൽ നിന്നും ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വായത്തമാക്കിയ ഒരു ബുക്ക് സ്റ്റാള് തന്നെ സാരസംഗ്രഹ സംഭൂതമായി 1180 1180 ഉപനിഷത്തുക്കൾ. ശ്രീമദ് ഭഗവത്ഗീതാസ്തു ഉപനിഷസ്തു. ഇത് ഉപനിഷത്തുക്കൾ എങ്ങനെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന്. അപ്പോൾ ഒരു പാരസെറ്റമോളല്ല, 700 ടാബ്ലറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മെഡിക്കൽ സ്റ്റോറാണ്. എന്താ ഈ മെഡിക്കൽ സ്റ്റോറിൽ പറയുന്നത്? ഈ ഗുളികകൾ മുഴുവൻ, മെഡിക്കൽ സ്റ്റോറിലുള്ള ഗുളികകൾ മുഴുവൻ കഴിക്കാനുള്ളതാണ്. അടുക്കളയിൽ ഉണ്ടാക്കുന്ന 18 വിഭവ സമൃദ്ധമായ കറികളും കൂട്ടി 18 കറികളും കൂട്ടി 3 പായസവും കൂട്ടി സദ്യ കഴിക്കണം. അതുപോലെ 18 അധ്യായങ്ങളും പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഞാനിത് പ്രാവർത്തികമാക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. കൃഷ്ണൻ എന്താ പറയുന്നറിയോ? ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയിൽ ഹത്മന്യേരാത്മനോ ബന്ധു ഹത്മന്യേ രിപുരാത്മന. നിന്റെ ശത്രുവും നീ തന്നെയാണ്, നിന്റെ ബന്ധുവും നീ തന്നെയാണ്. നിന്റെ ശത്രുത്വത്തെ നീ വലിച്ചെറിയൂ, നിന്റെ നെഗറ്റീവ് എനർജിയെ നീ വലിച്ചെറിയൂ, നിന്റെ തമോ ഗുണത്തെ നീ വലിച്ചെറിയൂ, നിന്നിലുള്ള ആസുരീകത നീ വലിച്ചെറിയൂ. എന്നിട്ട് തസ്മാത്ത ഉത്തിഷ്ഠ യശോ ലഭസ്വാൻ പുത്വാൻ ശത്രുൻ മോക്ഷ രാജ്യം സമൃദ്ധേ. തസ്മാത്ത ഉത്തിഷ്ഠ യശോ ലഭസ്വ, നീ എഴുന്നേൽക്കൂ, സർവ്വതും നേടൂ. ഹതോ വാപ്സ്യസി സ്വർഗം ജിത്വാ വാ മോക്ഷസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. നീ ജീവിതമാകുന്ന യുദ്ധം മുൻ നിശ്ചയിച്ച പ്രകാരം മുന്നോട്ട് പോകട്ടത്. ഹതോ വപ്സസി സ്വർഗ, നീ മരിക്കുകയാണ്, നിനക്കൊരു ആക്സിഡന്റ് പറ്റുന്നതാണ്, നീ യുദ്ധത്തിൽ മരിക്കുന്നതാണെങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം. കാരണം കർമ്മരംഗത്താണ് മരിക്കുന്നത്. ഹതോ വപ്സസി സ്വർഗ ജിത്വാ വാ മോക്ഷസേ മഹീം. അല്ല, നീ ഈ യുദ്ധത്തിൽ ജയിക്കുന്നതാണെങ്കിൽ നിനക്ക് ജീവിതത്തിൽ നിനക്ക് വിജയിക്കാം. പഠിക്കുന്ന കുട്ടികളോട് ഇത് പറയുന്ന, കർമ്മം ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവർ, അവനവൻ്റെ കർമ്മമേഖലകളിൽ അവൻ വിജയിക്കുകയാണെങ്കിൽ തസ്മാത്ത ഉത്തിഷ്ഠ യശോലഭ, നീ എഴുന്നേൽക്കൂ, സർവ്വതും നിന്നിലേക്ക്. അപ്പോഴോ ഭഗവാൻ പറയുന്നു, അങ്ങനെ
പൂർണ്ണ വ്യക്തിത്വത്തിലോട്ട് ഓരോ വ്യക്തിയെയും ഉയർത്തുന്ന വികസന ജീവിതശാസ്ത്രമാണ്. ജീവശാസ്ത്രമല്ല, ബയോളജി അല്ല, ജീവിതശാസ്ത്രമാണ്. അപ്പോൾ ഈ 700 ശ്ലോകങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള 700 കോടി ജനങ്ങൾക്കും സ്വന്തം ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. എന്ത്? അവനവൻ അനുഭവിക്കേണ്ടി വരുന്ന, അവനവൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാനും പുറത്തു കടന്ന വ്യക്തിത്വം സന്തോഷവും സംതൃപ്തിയിലും മുങ്ങിക്കുളിച്ച് നീന്തി തുടിക്കാനുമാണ് ഈ ധർമ്മശാസ്ത്രത്തിൽ പറയുന്നത്. നമുക്കറിയാം, വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റ്, സൈക്കാട്രിയുടെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ്, ഈ സിഗ്മണ്ട് ഫ്രോയിഡും ഈ ഹിപ്പോക്രാറ്റും എത്തിച്ചേർന്ന സ്ഥലം അതാണ് സയൻസ്. അതാണ് സയൻസ്. ഈ എല്ലാ സയൻസും ബുദ്ധിയുടെ ഉള്ളിലുള്ളതാണ്. ബുദ്ധിയുടെ ഉള്ളിലുള്ളതാണ്. ബുദ്ധിയുടെ ഉള്ളിൽ നിന്നും തുടങ്ങുന്നതാണ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം. കാരണം ഇത് നമ്മുടെ മുന്നിൽ 2 തരം ജീവിതമാണ് ഉള്ളത്. ഒന്ന് മനസ്സിൻ്റെ തലം, മറ്റൊന്ന് ബുദ്ധിയുടെ തലം. അപ്പോൾ ഏതാണ് നിങ്ങൾ കൂടുതൽ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത്? ഒന്ന് മനസ്സിൻ്റെ രീതിയിൽ ജീവിക്കുന്നവരാണ് ശ്രേയസ്. ബുദ്ധിയിൽ ജീവിക്കുന്നവരാണ് ശ്രേയസ്. അതുകൊണ്ട് ഏതാണ് ജീവിതം? അപ്പം നമ്മൾ മനസ്സുകൊണ്ട് വൈകാരികമായി ഓരോന്നിനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ എല്ലാം അപകടത്തിലാവും. മനസ്സുകൊണ്ട് എൻ്റെ ചേട്ടൻ്റെ മകൻ MBBS പഠിച്ചതുകൊണ്ട് എൻ്റെ മകൻ MBBS പഠിക്കണമെന്നില്ല. എൻ്റെ അനുജൻ്റെ മകള് എൻജിനീയറിംഗ് പഠിച്ചതുകൊണ്ട് എൻ്റെ മകള് എൻജിനീയറിംഗ് പഠിക്കണമെന്നില്ല. അപ്പോൾ മനസ്സിൻ്റെ തലങ്ങളിൽ നിന്നും വിട്ട് എവിടത്തേക്ക് കയറണം? ബുദ്ധിയുടെ തലത്തിലോട്ട് കയറണം. കാർപ്പണ്യദോഷോപഹത സ്വഭാവാത് പൃച്ഛാമി ത്വാം ധർമ്മ സമൂഢചേത യശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തസ്മൈ ശിഷ്യസ്ഥേഹം ശാധിമാം ത്വാം പ്രപന്നാം. എനിക്ക് ശ്രേയസ് എന്താണ് ജീവിതത്തിൽ, അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരൂ. എന്നെ ശാസിക്കൂ, എന്നെ നിയന്ത്രിക്കൂ. ധിയോയോന പ്രചോദയാൽ, എൻ്റെ ബുദ്ധിയുടെ കടിഞ്ഞാൻ കൃഷ്ണ നീ ഏറ്റെടുത്ത് പാർത്ഥസാരഥിയാകൂ. എവിടെ? ഗുരുവായൂരപ്പൻ എൻ്റെ ബുദ്ധിയിൽ എൻ്റെ ബോധത്തെ നിയന്ത്രിക്കുന്ന പരമാത്മ ചൈതന്യമാകൂ. അപ്പോഴോ അൾട്രാ മോഡേൺ സയൻസിന് പോലും ഇത് ആക്സെപ്റ്റ് ചെയ്തു. ഏത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും അവർക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോഴോ അവനവൻ്റെ കർമ്മമേഖലകളിൽ അതിൽ മാക്സിമം പെർഫെക്റ്റ്. കർമ്മണ്യേവ സംസ്ഥിത മസ്ഥിത ജനകായച ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. 124 വർഷം കൃഷ്ണൻ കർമ്മം ചെയ്ത് കാണിച്ചു തരികയാണ്. എന്ത്? കർമ്മണ്യേവ സംസ്ഥിത മസ്ഥിത ജനകായജ ലോകസംഗ്രഹമേവാപി, ലോകത്തിന് മുഴുവൻ നന്മ വരാനായിക്കൊണ്ടുള്ള പ്രവൃത്തി. അപ്പോൾ ആ പ്രവൃത്തി എന്താണ്? മറ്റൊന്നുമല്ല, മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശിഷ്യ സംശയാഹ. കൃഷ്ണൻ പറയുന്നു, നിന്റെ ബുദ്ധിയും നിന്റെ മനസ്സും എന്നിൽ അർപ്പിക്കൂ. ബുദ്ധിയും മനസ്സും ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈശ്വരീയമായ ഒരു ബുദ്ധിയാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത്. ഈശ്വരീയമായ ഒരു മനസ്സാണ് നമുക്ക് തേഷാം സദയം ഭജതാം പ്രീതിപൂർവം ദദാമി ബുദ്ധിയോഗം. അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുക്കും ദദാമി ബുദ്ധിയോഗം. നമ്മളെ കുടുംബ പ്രശ്നങ്ങൾക്ക് ഗുരുവായൂർ ഏകാദശിക്ക് തൊഴാം. ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കിട്ടും ഭഗവാനെ തൊഴുതു കഴിഞ്ഞാൽ. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് പഠനത്തിന്
നൊയമ്പ് ഏകാദശി എടുത്ത് തൊഴുതു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീർന്നു കിട്ടും. ഏകാദശി, ഗുരുവായൂർ ഏകാദശി നൊയമ്പെടുത്ത് തൊഴുതു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭഗവാൻ ഇങ്ങോട്ട് എന്താ തരിക എന്നറിയാവോ? അനുഗ്രഹം. ദദാമി ബുദ്ധിയോഗം, ഞാൻ നിനക്ക് ബുദ്ധിയോഗം തരുന്നുണ്ട് എന്നുള്ളത് അസന്നിഗ്ധമായി ഭഗവത്ഗീതയിലൂടെ പ്രഖ്യാപിക്കുന്നു. എന്ത്? ദിവ്യം ദദാം. അപ്പോൾ എന്താണ് അവിടെ ഇങ്ങോട്ട് വരുന്നത്? ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. എൻ്റെ യോഗം, ഞാൻ ഈ പ്രപഞ്ചത്തിൽ മമമായ ദുരക്തത, എൻ്റെ മായയോടുകൂടി ഞാനിതാ പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവൻ ദിവ്യം ദദാമിതേ ചക്ഷു. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഗുരുവായൂരപ്പൻ അവിടെ നിന്ന് കുട്ടുക്കുന്ന കണ്ണാണ് ദിവ്യം ദദാമിതേ ചക്ഷു പശ്യന്തി ജ്ഞാനചക്ഷു. ഇപ്പം നമ്മൾ കാണുന്നതൊക്കെ മാംസചക്ഷുഷ കൊണ്ടാണ്. അത് മാറി ദിവ്യം ദദാമിതേ ചക്ഷു, ഒരു ജ്ഞാനക്കണ്ണ് നിനക്ക് തരുന്ന എന്തിന്? പശ്യമേ യോഗമൈശ്വര്യം. കൃഷ്ണനെ കാണാനും നന്മ കാണാനും നന്മ കേൾക്കാനും നന്മ പറയാനും നന്മ പ്രചരിപ്പിക്കാനും ഓരോ കോശങ്ങളും നന്മയിൽ നിന്നും നന്മയിലോട്ട് നയിക്കാനും നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് ഈ ശ്രീമദ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം. അതുകൊണ്ട് നിങ്ങളിത് പഠിക്കണം. ഞാനിത് പഠിക്കുന്നുണ്ട്, ഞാനിത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഏകദേശം ഒരു 45 വർഷത്തിലധികമായി ഞാൻ ഈ ഭഗവത്ഗീത ഉപാസന ചെയ്യുന്നത്. എൻ്റെ അനുഭവത്തിന് ഞാനിത് പറയുകയാണ്. ജീവിതം ദുഃഖങ്ങളില്ലാതെ, അല്ലലില്ലാത്ത, അലട്ടില്ലാതെ പൂർണ്ണ സംതൃപ്തമായിട്ടുള്ള ഒരു ജീവിതത്തിനാണ് ഈ ഭഗവത്ഗീത ഉപാസന ചെയ്യുന്നത്. എന്തിനാണ്? ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. എന്താണ്? ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. ഒരു സുഹൃത്തിനെ പോലെ ശ്രീമദ് ഭഗവത്ഗീത മാതാജി പറയുന്നു. ഒരു സുഹൃത്തിനെ പോലെയാണ് കൃഷ്ണൻ പറയുന്നത്. ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. ഒരു സുഹൃത്തെന്ന നിലയിലാണ് ഭഗവാൻ നമ്മോട് എന്ത്? ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്തു ബ്രഹ്മവിദ്യാം യോഗശാസ്ത്ര ശ്രീമദ് ശ്രീകൃഷ്ണാർജുന സംവാദേ ഒരു സ്നേഹസല്ലാപമാണ്. മേ പ്രിയോ അസി. ഭഗവാൻ പറയുന്നു മേ പ്രിയോ അസി. മേ എന്ന് പറഞ്ഞാൽ ഐ, പ്രിയോ എന്ന് പറഞ്ഞാൽ ലവ്, അസി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ യു. ഐ ലവ് യു. ഭഗവാൻ ഭഗവത്ഗീതയിൽ മുഴുവൻ പറയുന്ന വാക്കാണ് മേ പ്രിയോ അസി, മേ പ്രിയോ അസി. ഐ ലവ് യു, ഐ ലവ് യു. പിന്നെ പല സ്ഥലങ്ങളിലും മമ 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 എന്ന് കാണും. ഈ മമ എന്ന് പറയുമ്പോൾ അവനവൻ തന്നെയാണ്, അവനവൻ തന്നെയാണ് ഈ മമ. അപ്പോൾ ഈ ഭഗവത് വചനം, ഈ ഭഗവത്ഗീത ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഭഗവത്ഗീത എന്ന ശാസ്ത്രം ലോകത്തിലെ 20ലധികം യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ പഠന വിഷയമാണ്. ഇവിടെ IAS-നും IPS-നും IFS-നും പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? അമേരിക്കയിൽ റിസർച്ച് നടത്തുന്നവർ പറയുന്നു സൈക്കോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റാണ് ഇതിന് എന്ന്. കാരണം മനസ്സിനെ പരമശാന്തിയിലേക്ക് നയിക്കുന്നു, മനസ്സിനെ ഉയർത്തുന്നു, ജീവിതത്തെ ഉയർത്തുന്നു, മറ്റുള്ളവരുടെ കൈപിടിച്ച് ഉയർത്തുന്നു. നമുക്ക് ഭംഗിയായിട്ട് അറിയാം. ഇതിൽ തുടങ്ങുന്നു തന്നെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുസവ മാമക പാണ്ഡവാശ്ചൈവ കിമകൂർവത സഞ്ചയ. ധൃതരാഷ്ട്ര എന്താണ്? ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷവ. ദുഃഖത്തിലേക്കും ദുരിതത്തിലേക്കും വെട്ടിപ്പിടിക്കാനും കട്ടുപറിക്കാനും വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനും കൈക്കൂലി വാങ്ങിക്കാനും ഉള്ള മനസ്സിൻ്റെ അവസ്ഥയെയാണ് ധാർത്തരാഷ്ട്രൻ ധൃതരാഷ്ട്രൻ പിടിച്ചു പറിക്കാരെന്ന്. അവരുടെ മക്കളാണ് 11 അക്ഷോഹിണിപ്പടയുണ്ടായിട്ടും തകർന്ന് തരിപ്പണമായത്. അപ്പോൾ ബുദ്ധിയിൽ ബോധത്തിൽ പാർത്ഥസാരഥിയായ കൃഷ്ണൻ ഉണ്ടായതുകൊണ്ട് അർജുനപക്ഷം വിജയിക്കുന്നു. എന്തുകൊണ്ട്? അപ്പോൾ നമ്മൾ എന്ത് ഉപാസന ചെയ്യണം? എത്ര യോഗേശ്വര കൃഷ്ണ
എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവ നീതിർ മതിർ മമ. എത്ര യോഗേശ്വര കൃഷ്ണോ. അതായത് യുജ്യത ഇത് യോഗ. ഈ പ്രപഞ്ചത്തിൽ യോജിക്കാനുള്ളത് എന്തൊക്കെയുണ്ടോ, പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനുമാണ് കൃഷ്ണൻ. എത്ര യോഗേശ്വര കൃഷ്ണോ. അങ്ങനെ എല്ലാ യോഗത്തിൻ്റെയും സർവത്തിൻ്റെയും പ്രഭുവായ, എംപററായ, റൂളറായ, ഗവർണറായ കൃഷ്ണൻ, പ്രപഞ്ചത്തിലെ സർവയോഗങ്ങളുടെയും സർവത്തിൻ്റെയും അധിപനായ കൃഷ്ണൻ. എത്ര യോഗേശ്വര കൃഷ്ണ. തത്ര പാർത്ഥോ ധനുർധര. അത് മാത്രമുണ്ടായിട്ട് കാര്യമില്ല, അത് അച്ചീവ് ചെയ്യാനുള്ള എത്ര യോഗേശ്വര കൃഷ്ണോ, എത്ര യോഗേശ്വര കൃഷ്ണോ, എത്ര പാർത്ഥോ ധനുർധര. അമ്പും വില്ലുമെടുത്തിട്ടുള്ള അർജുനനാണ് ധനുർധരൻ. എന്താണ് അപ്പോൾ കൃഷ്ണൻ ബുദ്ധിയിൽ, ബോധത്തിൽ, കോസ്മിക് എനർജിയായി, എന്നിൽ ഞാനായി, എന്നിൽ ഞാനായി, എന്നിൽ ഞാനായി, അഹം അഹം അഹമായി, മമ 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 ആയി പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നു. ഏതുപോലെ? അർജുനനെ പോലെ. എത്ര പാർത്ഥോ ധനുർധര. ആയുധമെടുത്ത അർജുനനെ പോലെ എൻ്റെ കർമ്മരംഗത്ത് ഞാൻ പ്രവർത്തിക്കുന്നു, കർമ്മം ചെയ്യുന്നു. അപ്പോൾ ആ കർമ്മത്തിൻ്റെ എല്ലാ വിജയത്തിനും ബുദ്ധിരൂപത്തിൽ, ബോധരൂപത്തിൽ കൃഷ്ണൻ വരും. അപ്പോൾ ഞാൻ ആരായി മാറും? ഏറ്റവും നല്ലൊരു മകനായി മാറും. അച്ഛനും അമ്മയും സ്നേഹിക്കുന്ന ഒരു നല്ല മകനായി മാറും. അപ്പോൾ കർമ്മത്തിൻ്റെ കർമ്മകുശലതയിൽ വിരാജിക്കുന്ന സമ്പന്നനായ, ബാഹ്യ ആഭ്യന്തര അകർത്തും പുകർത്തും സമ്പന്നനായ എന്നെ ഭാര്യ സ്നേഹിക്കുന്ന ഒരു നല്ല ഭർത്താവാകാൻ എനിക്ക് സാധിക്കും. അപ്പം അടിമുടി ഒരു പരിവർത്തനത്തിലൂടെ ബുദ്ധിയിൽ, ബോധത്തിൽ കൃഷ്ണൻ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഒരു നല്ല സ്നേഹസ്വരൂപിയായ അച്ഛനായി മാറാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ എന്താണ്? ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്. ഈ കൃഷ്ണൻ നമ്മുടെ ബുദ്ധിയിൽ, ബോധത്തിൽ നിറഞ്ഞു നിന്ന ഒരു നല്ല സുഹൃത്തായി മാറാൻ സാധിക്കും. അപ്പോൾ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരെയും എനിക്ക് പ്രേമിക്കാനും അതിൻ്റെ 10,000 ഇരട്ടി സ്നേഹം എനിക്ക് തിരിച്ചു നൽകാനും പറ്റും. അത് സഹോദരിമാരോടും സഹോദരന്മാരോടും എല്ലാവരോടും ഒരുപോലെ. ഏകം സദ് വിപ്രാത് ബഹുധാ ഭവന്തി. ഇങ്ങനെ ഒരു നല്ല വ്യക്തിത്വമായി വളർന്നെടുക്കാൻ ഈ ഭഗവത്ഗീത പഠനത്തിലൂടെ എനിക്ക് സാധിച്ചു, നിങ്ങൾക്കും സാധിക്കും. അപ്പോൾ ഈ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നാം ഒരു പ്രതിജ്ഞ എടുക്കുക. ഇന്ന് മുതൽ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ, ജീവിതത്തിൻ്റെ വാർദ്ധക്യകാലത്ത് ICU യൂണിറ്റിലാവട്ടെ ഒരിക്കലും ഒറ്റപ്പെടേണ്ടി വരില്ല. ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ സന്തോഷത്തിൽ വസന്തമാകും. കാരണം ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം വാക്കിംഗ് ഫിംഗറായി നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമ്പോൾ, അപ്പോൾ ഭാര്യയ്ക്കിഷ്ടപ്പെട്ട പ്രിയങ്കരനായ ഭർത്താവാവും, മക്കൾക്കിഷ്ടപ്പെട്ട അച്ഛനാവും, കൊച്ചുമക്കൾക്കിഷ്ടപ്പെട്ട അപ്പൂപ്പനാവും, അതിലേറെ പ്രിയങ്കരനായ കൂട്ടുകാരനാവും. കാരണം ശ്രീമദ് ഭഗവത്ഗീത എന്ന വസന്തം അദ്ദേഹത്തിൻ്റെ ഓരോ കോശങ്ങളിലും സുഗന്ധം വമിപ്പിക്കുന്നുണ്ടാകും. ഇത് നിങ്ങൾക്കും സാധ്യമാകും, നിങ്ങൾക്കും സാധ്യമാകട്ടെ. അതുകൊണ്ട് ഈ ഗുരുവായൂർ ഏകാദശി നാളിൽ ഈ ഭഗവത്ഗീത പഠനം, പഠിച്ച കാര്യങ്ങൾ നിത്യജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് ആ ഭഗവത്ഗീത പ്രൗഢാനുഭൂതിയിൽ ജീവിച്ച് നല്ല ജീവിതം കൊണ്ട് നടക്കാനായിക്കൊണ്ട് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തൃപ്പാദങ്ങളിൽ ഈ ഭഗവത്ഗീത ദിനം ഞാൻ സമർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഭാഗവതോത്തമനും മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛൻ്റെ തൃപ്പാദങ്ങളിൽ ഈ ഭഗവത്ഗീത ഞാൻ സമർപ്പിച്ചുകൊള്ളുന്നു. ഒപ്പം ഈ ഭഗവത്ഗീത എന്ന പദത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളൊരു പേരാണ് ചിന്മയാനന്ദ മഹാരാജ്. എൻ്റെ ഗുരുവിൻ്റെ ഗുരുവായ അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ സഹോദര തുല്യം, എൻ്റെ ഗുരുതുല്യം, എൻ്റെ സ്നേഹിത തുല്യനായ സ്വാമി ഉദ്ദീർ ചൈതന്യാനന്ദജിയുടെയും അതുപോലെ തന്നെ നമ്മുടെ കുളത്തൂർ അദ്വൈതാശ്രമത്തിലെ ആചാര്യനായ ചിദാനന്ദപുരി സ്വാമികളുടെയും
അതുപോലെ തന്നെ സന്ദീപാനന്ദഗിരിയുടെയും തൃപ്പാദങ്ങളിൽ നമിച്ചുകൊണ്ട് ഈ വന്ദേ ഗുരുപരമ്പര, ഈ ഗീത ഗുരുപരമ്പരയുടെ മുന്നിൽ കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ ജഗതോദ്ധാരകനായ ജഗദീശ്വരനായ പരമേശ്വരനായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിലൂടെ നിങ്ങൾക്കും എനിക്കും ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ. ഈ പരിപാടി കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിലെ കമൻറ്റുകൾ എഴുതണം. ഈ ഗീതാപ്രസാദം നമ്മുടെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും സുഹൃത്തുക്കൾക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം. അവരും ഒക്കെ അറിയട്ടെ ഇതിൻ്റെ മഹാത്മ്യം എന്താണെന്ന്. 18 വിഭവങ്ങളുള്ള 3 പായസമുള്ള ഒരു വിഭവ സമൃദ്ധമായ സദ്യയാണ്. എല്ലാ ദിവസവും നമ്മെ പാലൂട്ടി തേനൂട്ടി അമ്മയുടെ അമ്മിഞ്ഞപ്പാലാണ്, അമ്മയുടെ 2 അമ്മിഞ്ഞപ്പാലാണ്, പെറ്റമ്മയ്ക്ക് തുല്യമാണ് വളർത്തുന്ന ഗീതാ മാതാജി. ആ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആയുരാരോഗ്യ സൗഖ്യം. സ്വാമീ ശരണമയ്യപ്പ.